ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയിറങ്ങി തലയാറിന് സമീപത്തെത്തിയ കാട്ടാന മറയൂർ പാതയിലെ വഴിയോരക്കട തകർത്തു. பட்டப்பகலில் இந்த ரோட்டில் இருந்து மேலேருந்து இந்த ரோட்டில் இருந்து இறங்கி வந்து இப்படி வந்து இந்த கடையை அடிச்சுட்டு இந்த ரோட்டில் போய் அங்கே இப்போ 42 ரோடு இந்த ரோட்டில் கீழே போயிடுச்சு. கீழே போய் அங்கே மேலே நின்று ஃபாரஸ்ட்காரங்க விரட்டுறாங்க. ஃபாரஸ்ட்காரங்க பழையபடி விரட்டுது கீழாக்க. ஆனால் இதை விட்டு போகிறதே கிடையாது. இங்கே இருக்கிற எஸ்டேட் மக்களுக்கு எல்லாருக்கும் பெரிய சல்லியமாக இருக்குது. வேலைக்கு போக முடியல, விறகுக்கு போக முடியல, எங்கேயுமே ஒரு தொழில் செய்ய முடியல. அதனால இந்த ஆணையை தயவு செய்து எங்கேயாலும் பிடிச்சி கொண்டு போய் நீங்கள் മാറ്റി വിടുന്നത് ரொம்ப நல்லது. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകുവാനായി. സിജോ, ഈ തുടർച്ചയായ രണ്ടാം ദിവസവും പടയപ്പയുടെ ആക്രമണം തുടരുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ജനകീയ പ്രതിഷേധമാണ് മൂന്നാർ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ തലയാറിന് സമീപമൊക്കെ ഉണ്ടാകുന്നത്. ഏറ്റവും പുതിയ വിവരം എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? അജി, കഴിഞ്ഞ 2 ദിവസം മാത്രമല്ല, പല തുടർച്ചയായി ജനവാസ മേഖലയിൽ പടയപ്പ എത്താറുണ്ട്. പടയപ്പ പതിവായി സഞ്ചരിക്കുന്ന മേഖലകൾ തന്നെയാണ് ഇതെല്ലാം. ഈ പതിവായിട്ടുള്ള ഇതുപോലെ ഈ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അക്രമ സ്വഭാവങ്ങൾ പടയപ്പ കാട്ടുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പടയപ്പയുടെ സ്വഭാവത്തിൽ വ്യതിയാനം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എന്തായാലും അക്രമാസക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ് പടയപ്പ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 മണിയോട് കൂടിയാണ് ഈ തലയാർ കടുകുമുടി ഭാഗത്ത് പടയപ്പ എത്തുന്നത്. തോട്ടം തൊഴിലാളിയായ മുരുകേശന്റെ ഒരു ചെറിയ ചായക്കട ഈ വഴിയോരത്തുണ്ടായിരുന്നു. ഈ ചായക്കടയാണ് പടയപ്പ തകർത്തത്. ഇതിനുശേഷം ആ റോട്ടിൽ നിലയുറപ്പിച്ചു പടയപ്പ. പിന്നീട് അതുവഴി എത്തിയ പ്രദേശവാസികളാണ് ശബ്ദമുണ്ടാക്കി ആനയെ കാട് കയറ്റിയത്. നിലവിൽ ഈ തലയാർ എസ്റ്റേറ്റിലെ തോട്ടം മേഖലയിൽ തന്നെയാണ് പടയപ്പ ഉള്ളത്. കഴിഞ്ഞ കുറച്ചു നാളായി ഈ ജനവാസ മേഖലയോട് ഇടവഴുകി ജീവിക്കുന്ന ഒരു ഒറ്റയാനാണ് പടയപ്പ. ഇതുവരെ ആളുകളെ കാര്യമായി ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ആക്രമണം നടത്തുന്നത് പതിവായതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഇടയ്ക്ക് കാടിറങ്ങുന്ന പടയപ്പ ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നേമക്കാട് എസ്റ്റേറ്റിലും പടയപ്പ എത്തിയിരുന്നു. ആ ഭാഗത്താണ് സിമെന്റുമായി എത്തിയ ലോറിക്ക് മുന്നിൽ പടയപ്പ നിലയുറപ്പിച്ചത്. ലോറി പിന്നോട്ട് തള്ളുകയും ചെയ്തിരുന്നു. പിന്നാലെ വൈകിട്ടോടുകൂടി പ്രധാന റോഡിൽ, മൂന്നാർ മറയൂർ പ്രധാന റോഡിലേക്ക് എത്തിയ പടയപ്പ ബൈക്കും കാറും തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പടയപ്പ ജനവാസ മേഖലയിൽ എത്തുന്നതാണ് പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നത്. കനത്ത ചൂട് ആണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ പ്രധാനമായ കാരണമെന്നാണ് വനംവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം. അതേസമയം തന്നെ ഈ പടയപ്പയടക്കം അക്രമകാരികളായ കാട്ടാനകളെ പിടികൂടി മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ മൂന്നാർ ടൗണിൽ നിരാഹാര സമരവും നടക്കുന്നുണ്ട്. അജി, ശരി, സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.